ഹായ് മീ ജുവാന. അപ്പോൾ നമ്മൾ കാപ്പിക്കുരു വയ്ക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഈ കാപ്പിക്കുരു ഒക്കെ പതുക്കെ ഉണങ്ങി വരെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കാപ്പിയൊക്കെ ഇതേ പൂത്ത് പൂവൊക്കെ നോക്കിക്ക് കരിഞ്ഞു പോയേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഉള്ള കാപ്പിക്കുരു കുറച്ച് കാപ്പിക്കുരു ഉള്ളൂ കേട്ടോ. നമുക്കതൊന്ന് വേഗം പറിച്ചെടുക്കാം. അതിൻ്റെ അവസ്ഥ നല്ല അവസ്ഥ. അത് കാപ്പിക്കുരു പണിക്കൊട്ടയാണ്. അതെ അതെ. അത് നമുക്ക് വേഗം പറിച്ചെടുക്കാം. എനിക്ക് കാപ്പിക്കുരു പറിക്കുമ്പം നിറച്ച് നീറും അതേപോലെ വേറെ ഉറുമ്പുകളും കാപ്പി ഉറുമ്പൊക്കെ ഉണ്ടാവേണ്ടതാണ് കേട്ടോ. അയ്യോ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? അതെ കണ്ടോ ഉണ്ട് കേട്ടോ. എന്റെ മമ്മ സാധാരണ കാപ്പി പറിക്കുമ്പോ ഇങ്ങനെ നിലത്തേക്ക് നമ്മൾ അയ്യോ ഉറുമ്പ് പിടിക്കും. ഇങ്ങനെ ഈ പായല്ലാത്ത ചാക്ക് ഇങ്ങനെ വിരിച്ചിടും. എന്നിട്ടാണ് നമ്മൾ കാപ്പിക്കുരു പറിക്കുന്നത്. അത് ഒരുപാടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും. നമുക്ക് കുറച്ച് കാപ്പിക്കുരു ഉള്ളു. അപ്പം നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേഗം കാപ്പിക്കുരു പറിക്കട്ടെ കേട്ടോ. ഇവിടെ വാടാ ഇവന്മാരൊക്കെ എവിടെ പോയി? നമ്മുടെ വയനാടൻ കാപ്പിയാണ് കേട്ടോ. നമുക്ക് എടുക്കാം. അപ്പം ഇനി ഉണക്കേണ്ട കാര്യമില്ലല്ലോ. ഉണങ്ങി ആ മരത്തിൽ നിന്ന് പറിക്കുന്നത് തന്നെ. അത് പറിച്ചാൽ ഇരുന്നിട്ട് ഉണങ്ങിപ്പോയതല്ലേ. സാരമില്ല, എല്ലാം പറിച്ചെടുക്കാം. ദേ അമ്മേന്റെ കബീഷ് വരുന്നു. കഷ്മീ എവിടെ? ദേ പുല്ല് തിന്നുന്നു. പുല്ല് തിന്നുന്നുണ്ടോ? കബീച്ച് 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 ഉണ്ടോ? അനുസരണ കാരണം ഓടിയത് ഞാൻ പിടിക്കൂന്ന് ഒറ്റ പേടിച്ചിട്ടോ. ദേ അതിന്റെ പുറകെ തെമ്മാടിയും വരുന്നു. നമ്മുടെ മാമകള് വന്ന് അവിടെ ഇരിപ്പുണ്ടത്. ഒരു മാമ അവിടെ ഉണ്ട് കേട്ടോ. ബാക്കി മാമമാരവിടെ പോയി. നിങ്ങളും പറയൂ ഹലോ ഹലോ. പണിയെടുക്കാതെ കണ്ടോ അമ്മ ഉടായ്പെടുത്ത് കാട്ടിക്കൂടി നടക്കുന്ന കാട്ട് പങ്കനാണ് നമ്മൾ കാണുന്നത്. ഹലോ ഹലോ. കൊട്ട കാൽച്ചോട്ടിൽ ഇരുന്നിട്ട് കാണുന്നില്ല അല്ലേ? കാപ്പിയെല്ലാം മടി കാരണമാണ് കഴിച്ച് ഞങ്ങൾ പറിക്കാതിരുന്നേ. എന്നിട്ട് ഞങ്ങളെയും കൊണ്ട് പറിപ്പിക്കും. അതാണ് അത് ഇന്ത്യൻ മമ്മ ഇന്ത്യൻ ഡോട്ടേഴ്സിന് പണി തരുന്നതാണത് അല്ലേ? അപ്പൊ ഇന്ത്യൻ മമ്മിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ചവിട്ടങ്ങ് വെച്ച് കൊടുക്കട്ടെ, വീഴട്ടെ. അയ്യോ ദൈവമേ, എന്തോ മറ്റേ മമ്മക്കിട്ട് ചവിട്ടാനൊക്കെ പറയുന്നേ. ഇന്ത്യൻ മം ഗെറ്റ് സീരിയസ് ഗൈസ്. കണ്ടോ ഒന്നും പറയുന്നില്ല. അപ്പൊ തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല, പക്ഷെ പിള്ള ചവിട്ടിയ തള്ളക്ക് കേടുണ്ട്. ദേവമ്മ മാമ മരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അടുത്ത മാമ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒരു മാമ ഈസ് മിസ്സിങ്. അതാ മീച്ചാണോ തോനെ? കുട്ടി മീച്ചാനാ? അതെ അതെ അതെ. ഈ ഇന്ത്യൻ മമ്മ വെറും ഡയലോഗാണല്ലേ വാറ്റേ? അതന്നെ. ഇത് കണ്ടോ? ഇല്ല മറ്റേ നക്കും. നോക്കാം ഉണങ്ങുന്നതാണ് കേട്ടോ. ഷോ ഇത് കണ്ടോ? ഇതുണ്ടോ കാപ്പി കണ്ടില്ലേ? അതാ ചാടിയും പോയി. ഇതുണ്ടോ ഉണങ്ങിയത്, ഇത് പഴുത്തത്, അത് ഉണങ്ങുന്നത്. ഓ വാവ് നൈസ്. ഇതാണ് പൈങ്കിളി മടിയനാണ് കേട്ടോ. ലോകത്തിലെ ഒന്നാമത്തെ മടിയനാണ് പൈങ്കിളി. എങ്ങനെ? പൈങ്കിളിയാണ് ഒന്നാമത്തെ മടിയനാണ് അമ്മ. ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെ അമ്മ? അമ്മ പറയേ, പബ്ലിക്കായിട്ട് പറയും അമ്മ. അല്ലല്ല പ്രൈവറ്റ് ആയിട്ട് പറ, ആരും കേൾക്കുന്നില്ല. ഓ പ്രാവശ്യം അത് ചെയ്യാതെ ചെയ്തോണ്ടല്ലേ കൈ വേനെടുത്തത്, അത് ചിന്തിക്കണം. അയ്യോ ഞങ്ങൾ പറഞ്ഞു നിന്നോട് വെട്ടാൻ. ഇല്ലല്ലോ, 100 പ്രാവശ്യം പറഞ്ഞു വേണ്ടത്. എന്നിട്ട് പോയി വെട്ടാൻ നിന്നോടാണ് പറഞ്ഞത്. അരെ വെട്ടരുതെന്ന് പങ്ങനോട് പറഞ്ഞല്ലേ? പങ്ങൻ പിന്നെ പോയി വെട്ടി എന്തിനാണ്? അപ്പോഴേക്ക് എന്തിനു പോയി വെട്ടി? അപ്പൊ പറഞ്ഞാൽ അനുസരണയില്ല. ഒരു കാപ്പി കോറി പറച്ചു നിർത്തോണ്ട് കൈ വലിയ വേദന എടുക്കൊന്നുമില്ല. മമ്മ തിന്ന് 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 തിന്ന്. പൊളിച്ച് കാണിച്ചു കൊടുക്കുക. ചിലപ്പോ അറിയാത്തവരുണ്ടാകും, നമുക്കെല്ലാം അറിയാന്ന് ഓർത്തിട്ട്. എങ്ങനെയാ കാപ്പിക്കുരുന്ന് മമ്മ പറഞ്ഞുതരും. ഇപ്പൊ മമ്മ വരിക കേട്ടോ. ഐ മീൻ മരപ്പട്ടി. ഗൈസ്, മരപ്പട്ടീന്റെ വാസസ്ഥലമാണ്. വനവെക്കണമെന്ന് തോന്നുന്നു. മമ്മ ഉണ്ടാക്കിയ ബ്രൂ ആണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഇതുണ്ടോ നമ്മുടെ പനമരം കണ്ടോ? സ്ഥലമല്ല, നമ്മുടെ പനമരം കണ്ടോ? ഇത് നമ്മുടെ പനമരമാണ്. നമ്മുടെ
മരപ്പട്ടീന്റെ വാസസ്ഥലമാണ്. അപ്പൊ അതേ കാപ്പിക്കുരു പറിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ 2 ഇങ്ങനത്തെ മണികളുണ്ടാവും. കൈ നിറച്ച് ചെളിയാണ്. അതെടുത്ത് നമ്മൾ തിന്നുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അത് കടിച്ചു പൊട്ടിക്കില്ല. ഇങ്ങനെ ഇതാണ് ഈ കുരുക്ക് വറുത്ത് പൊടിക്കും. ഈ കുരു വറക്കുമ്പോഴേക്കും മോനെ ഇങ്ങ് മണം വന്ന് കാപ്പി ആയി. ഇതുകൊണ്ട് ഈ കുരു വറുത്ത് പൊടിച്ചിട്ട് അല്ലേ നമ്മൾ ഈ കൊക്കോ പോലെ തന്നെ കാപ്പിക്കുരുവിന്റെ വായിലിടുമ്പോ ഒന്നും ഈ ചൊവയും മണവും ഇല്ല അല്ലേ? കാപ്പിക്കുരുവിന്റെ ഈ കഥ നിങ്ങൾക്കറിയോ? ഇല്ല. എനിക്കൊരു കഥ ചെറുതായിട്ട് അറിയാം. മമ്മി അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടില്ല. പണ്ട് ഈ വാപ്പുടയന്മാര് എന്താ പറയാ ആട് മേയ്ക്കാൻ പോയപ്പോഴേ അവര് ക്ഷീണിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞപ്പം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ അവര് കാപ്പിച്ചോട്ടിലായിരുന്നു കിടന്നെ. അവരെന്ത് ചെയ്തു, ഈ കാപ്പീന്റെ ഇല പറിച്ചിട്ട് വെറുതെ അങ്ങ് കടിച്ചു വെച്ച് തിന്നു. ഇല അങ്ങ് അപ്പൊ കാപ്പിക്കുരുല്ലായിരുന്നു. ഇല പറിച്ച് തിന്നപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഉന്മേഷം തോന്നി. അപ്പം അവരുടെ അത്രയും ഉന്മേഷം തോന്നി. ഒരു ചൊവയാണേ കാപ്പീന്റെ ഇലക്ക്. അത് കഴിഞ്ഞപ്പം ഇവര് പ്രാക്ടിക്കലായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ കുരു എന്തായിരിക്കും, ഇതിന്റെ കായ എന്തായിരിക്കും മോസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അവര് കാപ്പിക്കുരു പറിച്ചിട്ട് കാപ്പിക്കുരു ഇല്ലാന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴല്ലെന്നേ കുറച്ച് കഴിഞ്ഞിട്ട് ഇല പറിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് ചിന്തിച്ച ഇലയെ കഴിച്ചപ്പോഴാണ് അപ്പൊ പിന്നെ ഇതിന്റെ കാ കഴിച്ചിട്ടുണ്ട് എന്തായിരിക്കും അവര് വിചാരിച്ചത്. ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ചിന്താമാൻ ലഭതജ്ഞാനം. അയ്യോ ശ്രദ്ധാവാൻ ലഭതജ്ഞാനം. അപ്പൊ ശ്രദ്ധിച്ച് വേഗം പറിച്ച് ബാക്കി കഥ പറയേ. ഇതെന്താണ്? ഇതെന്ത് കഥ? അങ്ങനെയാണ്. അപ്പൊ അവര് പിന്നെ അത് എന്താ പറയാ കാപ്പിക്കുരു ഒക്കെ ഉണ്ടായിട്ട് പിന്നെ അവര് കാപ്പിക്കുരു പറിച്ചിട്ട് പൊടിച്ചെടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ കാപ്പിക്കുരുവിന്റെ ഈ തൊണ്ടില്ലേ, ഇതിന്റെ കാപ്പിക്കുരു എടുത്തിട്ട് നമ്മള് വറുത്ത് പൊടിച്ച് നല്ല കാപ്പിപ്പൊടിയാക്കിയിട്ട് എടുക്കുമായിരുന്നു. പക്ഷെ ഇതിന്റെ തൊണ്ടും പണ്ടൊക്കെ കാപ്പി അനത്താനൊക്കെ എടുക്കുമായിരുന്നു. തൊണ്ടോടെ തൊണ്ടോടെ എടുക്കുമല്ല, തൊണ്ട് മാത്രം. പിന്നെ കൊത്തി കഴിയുമ്പോഴേ കാപ്പിക്കുരു വേറെ, ഇതിന്റെ ഈ പരിപ്പില്ലേ തൊണ്ട് വേറെ. അപ്പൊ തൊണ്ടാണെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അത്രയും പോലും കളയില്ല. പണ്ടൊക്കെ എല്ലാവർക്കും ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരു സാധനം നമ്മൾ കളയില്ലായിരുന്നു. അങ്ങനെ തന്നെ പഞ്ചായത്ത് ഇതാണോ അപ്പൊ കാപ്പിക്കഥ? കാപ്പിക്കഥ അങ്ങനെയൊക്കെയാണ്. ഇത് പിടിച്ചടാ. മടിയല്ലേ അത് തന്നെ. അതെ, അമ്മേനെ പോലെ തന്നെയാ. നേരമുണ്ടോ? അതെ അമ്മേനെ പോലെ തന്നെ ഉള്ളത് കളയാതെ പറിച്ചെടുക്കാൻ ഓടിച്ചോ ഗൈസ്? ഞങ്ങളിങ്ങനെ കൊറേ കാപ്പി ഓടിച്ചിട്ടുണ്ട്. ഞാൻ ആ കൊമ്പി തൊട്ടോ ഇല്ല. കണ്ടോ ഇന്ത്യൻ മമ്മ അടുത്ത് നിൽക്കുന്നവരെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കണ്ടോനെ കണ്ടില്ലെങ്കിൽ കട്ടവനെ കണ്ടില്ലേ കണ്ടോനെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കും. ഞാൻ കണ്ടോ ഈ കൊമ്പ് പോലും ഇല്ല കേട്ടോ. അതെ, ചമ്മന്തി അരച്ചാലോ? നിസറിനാണ് ഈ പുളിയുറുമ്പ് എന്ന് പറയുന്നത്. എങ്ങനെയല്ലേ ഇതൊക്കെ ചമ്മന്തി അരക്കുന്നേ? അതൊന്ന് കടിച്ച് അതിന്റെ ആസ്വദിച്ചിട്ട് നമ്മള് ആയി കഴിഞ്ഞാൽ അതിന്റെ മണം വരുമ്പോ തന്നെ മനുഷ്യൻ ബോധം കിടും. ഇടയ്ക്ക് അതിന്റെ ചമ്മന്തി അരയ്ക്കാൻ പോകില്ല. എന്റെ ദൈവമേ, ഞാനൊരു കാര്യം വെച്ച് ചോദിച്ചോട്ടെ? ഈ അസുഖത്തിന് നല്ലതാത്ത എന്താ ഉള്ളത് ഈ ലോകത്തില്? എല്ലാ അസുഖത്തിനും നല്ലതാണ്. വേണ്ട, എനിക്ക് മഹർഷിന്റെ അടുത്ത് കേൾക്കണ്ട. കാണുന്നുണ്ട്. നല്ല രസം. ബാക്ക് പൊക്കി പിടിച്ചാ നടക്കുന്നത്. എടാ അപ്പോടെ അത് ബെല്ലി ഡാൻസ് ആണടാ. എടാ ശരിക്കും കുറച്ചും കൂടിയാണോ തലക്ക് മുട്ടണം? ഇതെന്താ ഞാനെന്താ പങ്ങ നീ എഴേണ്ട വരൂടാ. ഓ എന്താ തല്ലാനാണ്? പണിയെടുക്ക വേഗം. ക്യാമറ എന്റെ കയ്യിൽ നിന്നിട്ട് പണിയെടുക്കാന്ന്. ക്യാമറമാൻ ആവുന്നത് ചെറിയ ജോലിയെന്നാണ് വിചാരം. അവസ്ഥ അതെ അതെ. ഓ പങ്കൻ തലയിൽ നോക്ക്, നല്ല ക്രൗൺ, ഫ്ലവർ ക്രൗൺ ഒക്കെ ആക്കി വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മഹർഷിയോട് പറയേണ്ട ആവശ്യമില്ല. എന്നാ വരുന്നു വാ. ഞാൻ പറിച്ചാലും മഹർഷി വേഗം പറിച്ചോ. മരം പറിച്ചു. ഇത് പിടിക്കേ. കാപ്പി ഓടിക്കരുതെന്ന് പറയുന്നുണ്ട്.
അതന്നെ നെയിൽ പോളിഷ് അങ്ങനെ പോയാലോ ഞാൻ സ്വർണ്ണ റൊട്ടി പണി ചെയ്യുന്നതിന് മുമ്പ് അതറിഞ്ഞേ നോക്ക് അപ്പൊ എന്താ സ്വർണ്ണ റൊട്ടി പോളിഷ് പോയിന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോവാലോ. എടാ പോടാ പിന്നെ ഇത് കഴിഞ്ഞാൽ നീ ആ ഫ്ലവർ ക്രൗൺ നോക്കട്ടെ. നല്ല രസമുണ്ട്. അറിയാം, പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നീലക്കനകാമ്പരാണ് ഗൈസ്. എടാ ശരിക്കും അയ്യേ പങ്കൻ ശശി 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 വീണതല്ല. മഹർഷിനെ നീയോ ഇവിടെ വേദനയൊക്കെ ചിലർക്ക് ജുവാന തോട്ടിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസേ. ആ ശരി. നോക്ക്, ഇതാണ് ഇവിടെ പഴുത്ത കാപ്പിക്കുരു എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. ചെറി പോലെ ഉണ്ടല്ലോ കുഞ്ഞാറ്റി. ഇതുണ്ടോ? ഹായ്, ഇതുണ്ട്. ഇത് പൊളിക്കുമ്പോൾ ചെറി പോലെ അല്ല കേട്ടോ, നല്ല മധുരല്ലേ. ഇതിന്റെ മുകളിലൊരു കോട്ടിംഗ് ഉണ്ട്, ജെല്ലി കോട്ടിംഗ് ആണ്. നല്ല രസമാണ്. നമ്മുടെ കൊക്കോക്കെ പോലെ. സത്യം പറയാലോ, ഇത് കഴിക്കുമ്പോ ഇതിന് കാപ്പീന്റെ ഒരു ചൊവയില്ല. ഇത് വറുത്ത് കഴിയുമ്പോഴാണ് അതിന് ആ മണവും ചൊവ. ഇപ്പൊ കൊക്കോക്കൂരി നമ്മൾ കടിച്ചു പൊട്ടിക്കുമ്പോ ചോക്ലേറ്റിന്റെ ഒരു ചൊവയില്ല. പക്ഷെ അത് നമ്മളെന്താ ഉണക്കി പൊടിച്ച് കഴിയുമ്പോഴേക്കും അത് അങ്ങനെയാവും, ചോക്ലേറ്റ് ആയി. ഇതേ മഹത്വക്കത്തി നമ്മുടെ തോട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെ ജുവാന തോറ്റി മേക്കിച്ചതു? തോട്ടിക്ക് കയറ്. ഓഹോ, ഇതല്ലേ ആലോചിക്കുമ്പോഴേ സത്യം കിട്ടുന്നത്. അത് തന്നെ, എല്ലാം സാധിക്കുന്ന മന്ത്രവടിയാണോ കയ്യില്? പ്രകൃതി പ്രകൃതി കേട്ടോ. ഞാൻ തറുതല പറയുന്നത് തറുതലയായിട്ട് നിക്കുവല്ല, വേഗം പറിക്കാൻ നോക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഞങ്ങൾ തോട്ടിയുമായി പറിക്കാൻ പോവാണ്. എന്താടാ തല? എന്റെ അമ്മ ഇപ്പൊ കണ്ണു കുത്തിയെടുക്കോ? വാസിനെ കണ്ണുകുത്തിയ പാമ്പ് ചോദിക്കും. എന്ത്? എന്റെ മൃഗപാമ്പ്, എന്റെ വാഹനം. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? എന്താ ജുവാന തോട്ടിയുമായി പറിക്കുന്നു? പിന്നെ ജുവാന പറിക്കുവാണ് ഗൈസ്. ദൈവമേ, ഈ ഒരു കാപ്പിയിലെ പോലും പറിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. പറിച്ചത് പറിച്ചടാ. ഞാൻ വേഗം ഈ കാപ്പിക്കുരു വേഗം പറിച്ചെടുക്കട്ടെ. ഇവന്മാരൊക്കെ അതിലൂടെ ഇവിടെ നോക്കി നിൽക്കുക. ഞാൻ വേഗം പറിച്ചെടുക്കട്ടെ. എന്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓ, പന്നിൻ രാജകുമാരി പ്രകൃതിയുടെ മഹർഷി. അടിപൊളി. ആ നല്ല രസമുണ്ട് പൈങ്കിളി. ഓരോ ക്രൗൺ എനിക്കും കൂടി. കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഇംഗ്ലീഷ് മോസ്റ്റ് ആണ് ഗൈസ്. ഇംഗ്ലീഷ് ഡ്രാക്കുളയാവും അങ്ങനെ. ചോര മാത്രം കുടിക്കില്ലെന്നേ ഉള്ളൂ. ആരാ പറഞ്ഞ ചോര കുടിക്കില്ല? ഗൈസ്, ഈ നീല ഞരമ്പാണ് ഗൈസ് എന്റെ ഇത്. പിന്നെ ഈ കഴുത്തിന്റെ ഇവിടെ വീർത്ത് നിൽക്കുന്ന ഞരമ്പ്. മതി, ഉണ്ടാകുന്ന വേഗം കാപ്പിക്കൂരി ശരിയാക്കണം.